പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസിന്തസിസിന്റെ വളരെ പ്രധാനപ്പെട്ട ഇൻട്രോഡക്ടറി ആസ്പെക്ട്സ് ആണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത് ലീഫിലാണ്. ലീഫിന് വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെൽ ഓർഗനൽ ഉണ്ട്. ആ സെൽ ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സിലബസിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്, റിക്വയർമെന്റ് ഓഫ് ലൈറ്റ്, പാർ, ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫോറസെൻസ്. ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്. നമുക്കറിയാം ഇതൊരു ലീഫിന്റെ സ്ട്രക്ചർ ആണ്. ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വൈവിധ്യങ്ങളാർന്ന ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു ക്ലോറോപ്ലാസ്റ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഡിഫറെന്റ് ആസ്പെക്ട്സ്, ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ് വിച്ച് കണ്ടെയ്ൻ ദ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, തൈലക്കോയിഡ് ആൻഡ് സ്ട്രോമ. സ്ട്രോമ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് സ്പേസ് ആണ്. തൈലക്കോയിഡ് എന്ന് പറയുന്നത് കോയിൻ അടുക്കി വെച്ചതുപോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ലീഫിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ലീഫിലേക്ക് സൺലൈറ്റ് വരുന്നു എന്ന് നമുക്കറിയാം. ഈ സൺലൈറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ലൈറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്സെപ്റ്ററി തിങ്സ് ഉണ്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ആന്റിന. ഈ ആന്റിന എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെന്റിന്റെ ഉള്ളിലാണുള്ളത്. പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ തൈലക്കോയിഡ് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു. അതിന് പാരലി ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഈ സ്റ്റെമ്മിലോട്ട് ഫോട്ടോസിന്തസിസ് നടന്നിട്ടുള്ള ലീഫിൽ നിന്ന് സ്റ്റെമ്മിലോട്ട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നു. അതുകൂടാതെ ഇതിന്റെ വാട്ടർ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. ഈ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സോയിൽ നിന്നാണ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർട്ടിൽ നിന്നാണ്. ഈ വാട്ടറിന്റെ പ്രസൻസിലാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ് ക്ലിയർ ആയിട്ട് നടക്കുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് ഫോട്ടോസിന്തറ്റിക് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഫാണ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്, അല്ലെ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മെഷീനറി ആണ് നമുക്കറിയാം. ഈ മെഷീന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഈ ഫാക്ടറിക്കുള്ളിലാണ് ലോകത്തെ മുഴുവൻ ആൾക്കാരെയും ഭക്ഷണം കൊടുക്കുന്ന ഇൻഡസ്ട്രി സിസ്റ്റം ഉള്ളത്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇനി ഓരോ പോർഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഗ്രാനം, എ സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് എന്താ നോക്കാം. ഇന്റേണൽ മെംബ്രെയിൻ അറേഞ്ച്ഡ് ഇൻ ഫ്ലാറ്റ് ആൻഡ് സാക്സ് കണ്ടെയ്ൻ ക്ലോറോഫിൽ ആൻഡ് അതർ പിഗ്മെന്റ്സ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലോറോഫിലും അതേപോലെ തന്നെ മറ്റു പിഗ്മെന്റുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ സെമി ലിക്വിഡ് സബ്സ്റ്റൻസ് ഉണ്ട് ഇവിടെ. ദാറ്റ് ഈസ് സെമി ലിക്വിഡ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് കോൾഡ് ദ സ്ട്രോമ സറൗണ്ടിങ് ദ തൈലക്കോയിഡ് മെംബ്രെയിൻ. തൈലക്കോയിഡ് മെംബ്രെയിനും ചുറ്റിലുമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള സെമി ലിക്വിഡ് സ്പേസ് ഉണ്ട്. ഈ സെമി ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഈ പറയുന്ന സ്ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രാനം, എന്താണ് തൈലക്കോയിഡ്, എന്താണ് സെമി ലിക്വിഡ്? ദിസ് ഈസ് ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ നമ്മള് സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് സ്ട്രക്ചർ പറയുന്നുണ്ട്. അപ്പാരറ്റസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ദിസ് ഇസ് ദ അപ്പാരറ്റസ്. ബട്ട് നമ്മൾ ഒരു BSc ഡിഗ്രി ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സ്ട്രക്ചറിന്. കാരണം ഈ സ്ട്രക്ചർ നിലനിൽക്കുന്നത് ലീഫിലാണ്. അതുകൊണ്ട് പ്ലാന്റിന്റെ ലീഫ് എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ പറയുന്ന പ്രോസസ്സിലുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പൊ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാണ്. നോക്കാം, എന്താണ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലീഫിന്റെ. അപ്പർ എപ്പിഡെർമിസ് ഉണ്ട് ലീഫിന്, അല്ലെ? ലീഫിന്റെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. See, this is actually the structure of leaf. ഇവിടെ നമുക്ക് ലീഫിന്റെ സ്ട്രക്ചർ കാണാം. Plants are the only photosynthetic organism to have leaves. ലീഫിന് വളരെ പ്രാധാന്യമുണ്ട്. അതിന്റെ ലൈറ്റ് അബ്സോർപ്ഷൻ റീജിയൻ നമുക്കറിയാം. They having an important structure. Life may be viewed as a solar collector. ഇതിന് ഏറ്റവും പോപ്പുലർ ആയിട്ട് നമ്മൾ പറയുന്നത് സോളാർ കളക്ടർ എന്നാണ്. അതായത് ലൈറ്റ് കളക്ടറെയാണ് നമ്മൾ ഈ പറയുന്ന ലീഫ് എന്ന് പറയുന്നത്. The raw material of photosynthesis, water and carbon dioxide enter the cell of the leaf and the products of photosynthesis, sugar and oxygen. എന്തൊക്കെയാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്? വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അതുകൂടാതെ ഇത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ഇനി നമ്മൾ ഇതിന്റെ ലീഫിന്റെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കൂ, ഇതിന് അപ്പെക്സ് ഉണ്ട്, ദെൻ മാർജിൻ, വെയിൻസ്, മെട്രോയിഡ്, ബേസ്, പീറ്റിയോൾ, സ്റ്റിപ്യൂൾ. ഇതിന് ഈ പോർഷൻ എല്ലാം കൂടി നമ്മൾ ബ്ലേഡ് എന്നാ പറയാം. ഈ ബ്ലേഡിന്റെ അപ്പർ റീജിയനിലെയും ഇന്നർ റീജിയനിലെയും വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ആണ് നമ്മൾ ഈ പറയുന്ന അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസും. ഈ അപ്പർ എപ്പിഡെർമിസിന്റെയും ലോവർ എപ്പിഡെർമിസിന്റെയും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമ്മുടെ സ്റ്റൊമാറ്റയും അതേപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് അപ്പർ എപ്പിഡെർമിസ് ആൻഡ് ക്യൂട്ടിക്കിൾ ആർ ട്രാൻസ്പെറന്റ് ടു ലൈറ്റ്, thus allow most light to pass to photosynthetic mesophyll tissue. Palisade mesophyll cell are
closely packed and contain many chloroplasts to carry out photosynthesis more efficiently. അപ്പൊ നമുക്ക് ഒരു ലീഫിന്റെ അനാട്ടമി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മീസോഫിൽ ടിഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ പാലിസൈഡ് ടിഷ്യൂസ് ഉണ്ട്. അത് ഏതാ നമുക്ക് നോക്കാം. യു ക്യാൻ സീ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ലീഫ്. നോക്കൂ നിങ്ങൾ, ഇതൊരു ലീഫിന്റെ ടിപ്പിക്കൽ ആയിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ നമ്മൾ we can see the cross section of leaf showing the anatomical features important to the study of photosynthesis. Stomata, god cell, mesophyll cell and vein. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. ഇതിന്റെ മുകളിൽ നമുക്ക് ക്യൂട്ടികൾ കാണാൻ പറ്റും. ക്യൂട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് അതിന്റെ ഡയഗ്രമാറ്റിക് സ്ട്രക്ചർ ആണ്. ഇത് അതിന്റെ പ്യൂർ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആണ്. ഇവിടെ നമുക്ക് അപ്പർ എപ്പിഡെർമിസ് കാണാം. തൊട്ട് താഴെ നമുക്ക് മീസോഫിൽ ടിഷ്യൂ കാണാം. മീസോഫിൽ ടിഷ്യൂസിൽ നമുക്ക് പാലിസൈഡ് ടിഷ്യൂ കാണാം. അതേപോലെ തന്നെ ബണ്ടിൽ ഷീത്ത് കാണാം, അല്ലെ? അതേപോലെ തന്നെ ലോവർ എപ്പിഡെർമിസ് കാണാം. ഇവിടെ നമുക്ക് സ്പോഞ്ചി ടിഷ്യൂ കാണാം. അപ്പോൾ പാലിസൈഡ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കുന്ന സെല്ലാണ്, വേറാസ് ദ സ്പോഞ്ചി ആർ ലൂസ്ലി അറേഞ്ച്ഡ്. ഇത് എന്തുകൊണ്ടാണ് ലൂസ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ സ്റ്റൊമാറ്റിന്റെ ഉള്ളിലൂടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകാനുള്ള സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റൊമാറ്റിന്റെ ഉള്ളിലൂടെ വരുന്ന ഈ ആളുകൾക്കൊക്കെ ഇതിനെ ഈസി ആയിട്ട് ഇതിലൂടെ യാത്ര ചെയ്യണം. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദ മോസ്റ്റ് ലൂസ്ലി അറേഞ്ച്ഡ് ടിഷ്യൂ. ഇനി നമ്മൾ ഇതിന്റെ ഡയഗ്രമാറ്റിക് സ്ട്രക്ചർ നോക്കൂ നിങ്ങൾ. ലീഫിന്റെ അനാട്ടമി സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ആയതുകൊണ്ട് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റൊമാറ്റ കാണാം. ഇവിടെ വാക്സി ക്യൂട്ടിക്കൽ ഉണ്ട്. ഇതിന്റെ തൊട്ട് താഴത്ത് ഇത്രയും ഏരിയ ആണ് മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ മീസോഫിൽ ടിഷ്യൂവിൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കുന്ന ഫോട്ടോസിന്തറ്റിക് സെൽ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? പാലിസൈഡ് പാരങ്കൈമ. ആൻഡ് ഹിയർ ദ ലൂസ്ലി അറേഞ്ച് ദാറ്റ് ഈസ് കോൾഡ് സ്പോഞ്ചി പാരങ്കൈമ. അപ്പോൾ പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ദെൻ അതുകൂടാതെ ഇതിന്റെ വെയിൻസ് ഉണ്ട്. ഇതാണ് അതിന്റെ വെള്ളം എത്തിക്കുന്ന പോർഷൻ. കാരണം ഈ റൂട്ടിൽ നിന്ന് സ്റ്റെം വഴിയൊക്കെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കേണ്ടതുണ്ട്. അതിന്റെ പോർഷനാണിത്. അപ്പൊ ഇവിടെ ഗോഡ് സെൽ ഉണ്ട്. ഗോഡ് സെൽ വഴി സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ടും ഓക്സിജൻ പുറത്തോട്ടും പോകും. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ദൈവം തമ്പുരാൻ ഈ രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദ സ്ട്രക്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് ദ ഫോട്ടോസിന്തസിസ് ഈസ് കൺസേൺ. സോ ദ ലീഫ് അനാട്ടമി ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിരിക്കുന്ന ആസ്പെക്ട്സ് ആണ്. നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഫോട്ടോസിന്തസിസ് പഠിക്കാനുണ്ട്. C3 ഫോട്ടോസിന്തസിസ് ആൻഡ് C4. C4ൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അനാട്ടമി ഉണ്ട്. ദാറ്റ് അനാട്ടമി ഈസ് കോൾഡ് വി ക്യാൻ സേ ദാറ്റ് എന്താണ് അതിന്റെ അനാട്ടമിന്റെ പേര്? ക്രാൻസ് അനാട്ടമി എന്ന് നമ്മൾ പറയാം. ഇവിടെ ലീഫ് അനാട്ടമി നമ്മൾ നോക്കുന്ന സമയത്ത് C3 പ്ലാന്റ്സിൽ വീറ്റ്, കസ്റ്റർ, മാംഗോ, പൊട്ടറ്റോ, ടൊമാറ്റോ, ബ്രിഞ്ചൽ അങ്ങനെയുള്ള കോമൺ പ്ലാന്റുകളൊക്കെ C3 പ്ലാന്റുകളാണ്. C4 പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ, ബ്രിഞ്ചൽ ഇതൊക്കെ സാധാരണ C4 പ്ലാന്റുകളാണ്. ഈ C4 പ്ലാന്റിലാണ് ഈ പറയുന്ന സ്പെഷ്യലൈസ്ഡ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ക്രാൻസ് അനാട്ടമി നമ്മൾ പറയും. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ C4 സൈക്കിൾ, ദാറ്റ് ഈസ് ഇൻ ലൈറ്റ് ഇൻഡിപെൻഡന്റ് റിയാക്ഷൻ ഓർ ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ഇതിന്റെ അനാട്ടമിക്കലി ലീഫിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഫോട്ടോസിന്തസിസിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം പറഞ്ഞു ഓൾറെഡി സ്റ്റൊമാറ്റയ്ക്ക് വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. സ്റ്റൊമാറ്റയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത്. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റൊമാറ്റ ഇൻ ഫോട്ടോസിന്തസിസ്? നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. വാട്ടർ എൻറ്റേഴ്സ് ദ റൂട്ട് ആൻഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് അപ് ടു ദ ലീഫ് ത്രൂ എ സ്പെഷ്യലൈസ്ഡ് പ്ലാന്റ് സെൽ നോൺ ആസ് സൈലം. അല്ലെ, അത് നമുക്കറിയാം. വെള്ളം ഉള്ളിലോട്ട് എത്തുന്നത് സൈലം വഴിയാണ്. സ്റ്റൊമാറ്റ ഈസ് ദ സ്ട്രക്ചർ ടു അലോ ഗ്യാസ് ടു എൻറ്റർ ദ ലീഫ്. സ്റ്റൊമാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ആണ്. എന്തിന്? ഈ ലീഫിലോട്ട് പലതരത്തിലുള്ള ഗ്യാസും എത്തിക്കാൻ വേണ്ടിയിട്ട്. Then carbon dioxide cannot pass through the protective waxy layer covering the leaf, but it can enter the leaf through the opening stomata. അപ്പം സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് വരാൻ ഈ പറഞ്ഞ തിക്ക് ലീഫ് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പോകുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്. Then oxygen produced during photosynthesis can only pass out of the leaf through the open stomata. ഓക്സിജൻ സാധാരണ പോകുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ ഈസ് പാസ് ത്രൂ ഔട്ട് ഓഫ് ദ ലീഫ് ത്രൂ ദ സ്റ്റൊമാറ്റ. അപ്പൊ സ്റ്റൊമാറ്റ വഴിയാണ് ഓക്സിജൻ പോകുന്നത്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും പോകുന്നത്. കാരണം വാക്സി ക്യൂട്ടിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉള്ളിലോട്ട് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ സ്റ്റൊമാറ്റ ഈസ് വെരി ഇമ്പോർട്ടന്റ് സ്ട്രക്ചർ ആസ് ഫാർ ആസ് ദ ഫോട്ടോസിന്തസിസ് ഈസ് കൺസേൺ. These gases are moving between the inside and outside of the leaf. ഈ പറയുന്ന ഗ്യാസ് ഉള്ളിലോട്ടും പുറത്തോട്ടും ഒക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന ആൾക്കാരാണ്. A great deal water is also lost. വളരെ പ്രധാനപ്പെട്ട വെള്ളത്തിന്റെ ഒരു ഡീല് കൂടിയും ഇതിലൂടെ നടത്തുന്നുണ്ട്. അതുവഴിയും നമുക്ക് പലതും ലഭിക്കുകയും അതേപോലെ തന്നെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റൊമാറ്റയ്ക്ക് ഫോട്ടോസിന്തസിസിൽ വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ പുറത്തോട്ട് വിടുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് തരുന്നതൊക്കെ ഈ പറയുന്ന സ്റ്റൊമാറ്റയാണ്. ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റൊമാറ്റിന്റെ സ്ട്രക്ചർ കാണാം. ദ ഓപ്പൺഡ് സ്റ്റൊമാറ്റ ആൻഡ് ക്ലോസ്ഡ് സ്റ്റൊമാറ്റ.
So this opening and closing will help for photosynthesis. ഇനി നമ്മൾ പറയാനുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാർ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പാർ? നമുക്കറിയാം പാർ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ് പാർ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് വിസിബിൾ റേസ് കാണാൻ പറ്റും. ഇവിടെ ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, വിസിബിൾ റേസ്, ഇൻഫ്രാറെഡ് റേസ്, അങ്ങനെ പല റേഡിയേഷൻസും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ദിസ് റീജിയൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് ഈ റീജിയൻ ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്? കാരണം നമുക്ക് പറയാൻ പറ്റും ഇവിടെയാണ് വിസിബിൾ കളറുകൾ ഉള്ളത്. ദാറ്റ് ഈസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഈ പറയുന്ന റീജിയനിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള കളറുകൾ കാണാൻ പറ്റും. ഈ റീജിയനിലാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയേഷൻ ഉള്ളത്. സോ വാട്ട് ഈസ് പാർ എന്ന് പറയുന്നത്? ഇൻ ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ദ വേവ് ലെങ്ത് ബിറ്റ്വീൻ 400 to 700 നാനോമീറ്റർ ഇസ് കോൾഡ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അപ്പം 400 തൊട്ട് 700 നാനോമീറ്റർ വരെയുള്ള വിസിബിൾ റേസിലെ വളരെ പ്രധാനപ്പെട്ട റേഡിയേഷനെയാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ റേഡിയേഷൻ ആണ് ഫോട്ടോസിന്തസിസിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത്. Light or visible light is electromagnetic radiation that is visible to the human eye. അല്ലെ, നമുക്കറിയാം light or visible light is electromagnetic radiation that is always visible to the human eye and is responsible for the sense of sight. One visible light has wavelength in range from about 380 nanometers to about 740 nanometer. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഐക്ക് കാണാൻ കഴിയുന്ന റീജിയണൽ ലൈറ്റ് ആയതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് 380 നാനോമീറ്റർ തൊട്ടിട്ട് 740 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്തിനെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മളിവിടെ ബ്രോഡ് റേഞ്ചിൽ 4 to 700 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആക്ച്വൽ റേഡിയേഷൻ സ്റ്റാർട്ട് ഫ്രം 380 to 740. While it is speed in vacuum, അതിന് സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ പ്രകാശത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് സാധാരണ 3 lakhs per kilometer ആണ്. അല്ലെ, 3 lakhs kilometer per second. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് പ്രകാശം എന്ന് പറയുന്നത്. അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോർഷൻ കൂടിയാണ് ഈ പറയുന്ന പാർ റീജിയൻ. ലൈറ്റ് വിച്ച് ഈസ് എമിറ്റഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ടൈനി പാക്കറ്റ്സ്. അല്ലെ, ലൈറ്റ് സാധാരണ എമിറ്റ് ചെയ്യുന്നത് ടൈനി പാക്കറ്റ്സിന്റെ രൂപത്തിലാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫോട്ടോൺ. എക്സിബിറ്റ്സ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് വേവ്സ് ആൻഡ് പാർട്ടിക്കിൾസ്. ഇത് രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് അത് വേവ്സിന്റെയും പാർട്ടിക്കിൾസിന്റെയും രീതിയിലാണ് പോവുക. ദിസ് പ്രോപ്പർട്ടി ഈസ് റെഫേർഡ് ടു ആസ് ദ വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റി. ഈ ഒരു പ്രോപ്പർട്ടിക്ക് വളരെ പോപ്പുലർ ആയിട്ട് പറയുന്ന പേരാണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റി എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റി? The property of the light which have two important property. One is called wave property and other one is called particle property. So those particle or those light having this property is called wave. This property is called wave particle duality. So the wave particle duality is very important as far as PAR or photosynthetically active radiation is concerned. ഇത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മാക്സിമം ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് അബ്സോർബ്ഡ് ഫ്രം ദ എൻറ്റയർ വിസിബിൾ സ്പെക്ട്രം വെൻ ഓൾ പിഗ്മെന്റ്സ് ആർ കമ്പൈൻഡ്. എല്ലാ പിഗ്മെന്റും കമ്പൈൻഡ് ആയി നിൽക്കുന്ന സമയത്ത് മാക്സിമം ലൈറ്റുകളെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. നോക്കൂ, നിങ്ങൾ ഇവിടെ ക്ലോറോഫിൽ കാണാൻ പറ്റും. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കരോട്ടിനോഡ്, ഫൈക്കോഎരിത്രിൻ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പിഗ്മെന്റ്സും ആക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ പാർ എന്ന് പറയുന്നത്. So light is absorbed from the entire visible spectrum when all pigments are combined. എല്ലാ പിഗ്മെന്റും കമ്പൈൻ ആയിട്ട് ഒന്നിച്ചുകൊണ്ട് ഒരേ സ്ട്രെങ്തിൽ നിൽക്കുമ്പോൾ പരമാവധി ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ പരമാവധി ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന ലൈറ്റിനെയാണ്, റേഡിയേഷനെയാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ഓർ പാർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ പാർ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ സിലബസ്. Then what is wave particle duality? So remember what is PAR and wave particle duality. Okay. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്സ് പറയാനുള്ളത്, that is pigment. That will be discussed in next class. Okay. Thank you.